നിങ്ങൾക്ക് ലഭിക്കാനുള്ള മുടങ്ങിപ്പോയ എല്ലാ പണവും ഈ അമൽ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാണ്. നഷ്ടപ്പെട്ട ഏതൊരു വസ്തുവും ഈ അമൽ കൊണ്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ഇത് വലിയ മുജറബായിട്ടുള്ള അമലാണ്. ചെയ്തവർക്ക് വലിയ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളെ കുടുങ്ങിപ്പോയ ക്യാഷ് തിരിച്ചു കിട്ടണ്ടേ? ഈ അമൽ ഒന്ന് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം പറഞ്ഞൊരു വിഷയമാണ്. ഞാനൊരു മജ്ലിസ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്തിരുന്നു. കളഞ്ഞുപോയ ക്യാഷ് തിരിച്ചു കിട്ടാൻ, കളഞ്ഞുപോയ സ്വർണം തിരിച്ചു കിട്ടാൻ, പെട്ടുപോയ ക്യാഷ് അവരെ കൈകളിൽ നിന്നും നമ്മളെ കൈകളിലേക്ക് എത്തിക്കിട്ടാൻ ഒരമൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് ധാരാളം ആളുകൾ കണ്ടു, കുറേ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചു അമൽ ചെയ്തുകൊണ്ട്. അതിൽ നിന്ന് വന്ന കോളുകളാണ്, തങ്ങളെ വേറെന്തെങ്കിലും അമലുണ്ടോ, ഇതിന് ചെറിയ നിസാരമായിട്ടുള്ള എന്തെങ്കിലും അമലുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ മജ്ലിസ്. നമ്മളെ കുടുങ്ങിപ്പോയ ക്യാഷ് ബിസിനസ്സിൽ ഇട്ടതായിരുന്നു, ആ ബിസിനസ് പൊട്ടിപ്പോയി. ഞങ്ങൾക്ക് ഇത്രയും ലക്ഷം രൂപ, 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, ഇപ്പോൾ വിളിച്ചിട്ടൊരു അഡ്രസ്സും ഇല്ല എന്ന് സങ്കടം പറയുന്നവരുണ്ട്. ഞങ്ങൾ ഇന്ന ഭവൻ സ്വർണം അലമാറയിൽ വെച്ചതായിരുന്നു, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് കാണുന്നില്ല, ഇപ്പോഴും അതിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല, വലിയ വിഷമത്തിലും വലിയ സങ്കടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്, സങ്കടം അറിയിക്കുന്നവരുണ്ട്. കളഞ്ഞുപോയ ക്യാഷ് തിരിച്ചു കിട്ടാൻ, സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കിട്ടാൻ, ഇങ്ങനെ ബിസിനസ്സിൽ ചേർന്ന് പണം നിക്ഷേപിച്ച് അത് തിരിച്ചു കിട്ടാൻ പ്രയാസപ്പെടുന്നവർ, കടം കൊടുത്ത് ക്യാഷ് തിരിച്ചു കിട്ടാൻ പ്രയാസപ്പെടുന്നവർ, അങ്ങനെ പറഞ്ഞ് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ അമലിനെ വിശ്വാസത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി, ഒരു യഖീനോടുകൂടി, ഉറപ്പോടുകൂടി നീ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അത് നടന്നു കിട്ടും. ഏതാണ് അമൽ, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും, എല്ലാ വിഷമങ്ങളും അള്ളാഹുവേ നീ തീർത്ത് നൽകണം. അള്ളാഹ് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും വലിയ ബർക്കത്തും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് ഈ അമൽ? നമ്മൾ ചെയ്യേണ്ടത് വെറും 7 ദിവസം സുബ്ഹി നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം മഹാന്മാർ പറഞ്ഞത് ഈ അമൽ ചെയ്യേണ്ടത് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമാണ്. തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം, അത് കിട്ടാത്തവർക്ക് സുബ്ഹി നിസ്കാരത്തിന് ശേഷം, ഈ 2 സമയങ്ങൾ നമുക്ക് ചെയ്യാം. പ്രഭാത സമയത്ത് തുടർച്ചയായി 7 ദിവസം ചെയ്തൂടെ, നിങ്ങളെ ചെയ്തൂടെ ഇൻഷാ അല്ലാഹ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ സ്ക്രീനിൽ കൊടുത്ത സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ ആയത്ത് 7 പ്രാവശ്യം ഓതുക. ഓതാൻ പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. 7 പ്രാവശ്യം ഓതുക. പിന്നീട് സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ ആയത്ത് 7 പ്രാവശ്യം ഓതുക. 7 പ്രാവശ്യം ഓതി 1 രൂപ നാണയം എടുക്കുക. 1 രൂപയുടെ നാണയം, കോയിൻ, അത് കയ്യിൽ വെച്ച് അതിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. എന്നിട്ട് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് തരാനുള്ള ക്യാഷ് ഞങ്ങളെ കരങ്ങളിൽ ഒതുങ്ങിയ ഈ നാണയം പോലെ നീ ഒതുക്കണേ തമ്പുരാൻ. ആ ക്യാഷ് ഞങ്ങൾക്ക് തിരികെ തരാനുള്ള മനസ്സ് അവർക്ക് നീ കൊടുക്കണേ തമ്പുരാന്. ഒരാളെ പേര് മനസ്സിൽ കരുതുക. നിങ്ങൾക്ക് തരാനുള്ളത് ജാഫറാണ് അല്ലെങ്കിൽ അബൂബക്കറാണ്. അവർക്ക് എന്നിലേക്ക് ആ ക്യാഷ് തിരിച്ചു തരാനുള്ള മനസ്സ് അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാണയം മുറുകെ പിടിച്ച് അതവിടെ മാറ്റിവെക്കുക. ആ നാണയം നല്ലൊരു ഭാഗത്തിന് നിന്റെ പേഴ്സിൽ അത് സൂക്ഷിക്കുക. പിറ്റേ ദിവസം ആ നാണയം എടുത്തുകൊണ്ട് കയ്യിൻ്റെ ഉള്ളനടിയിൽ വെച്ചുകൊണ്ട്
ഇതുപോലെ ഈ അമല് ചെയ്യാം. ഈ അമല് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം. നമുക്ക് ലക്ഷങ്ങൾ തരാനുള്ളവരുണ്ടാകും, പതിനായിരങ്ങൾ തരാനുള്ളവരുണ്ടാകും, ആയിരങ്ങൾ തരാനുള്ളവരുണ്ടാകും. അവർക്കൊക്കെ അവരുടെ മനസ്സിൽ നിനക്ക് തരാനുള്ളൊരു മനസ്സുണ്ടാവണം. ഈ അമല് കൊണ്ടത് സാധ്യമാകും. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടത് സാധ്യമാകും. എല്ലാത്തിനും മരുന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുണ്ട് മുഅ്മിനീങ്ങളെ. ഇങ്ങനെ 7 ദിവസം ഇതുപോലെ 7 പ്രാവശ്യം ഈ 2 ആയത്തുകൾ ഓതി തുടർച്ചയായി ചെയ്ത് 8ാമത് ദിവസം അവനൊന്ന് വിളിക്കാം, തിരിച്ചു തരാനുള്ള ആൾക്കൊന്ന് വിളിക്കാം. അല്ലെങ്കിൽ എൻ്റെ ആഭരണം പോയെങ്കിൽ ആ പോയ സ്ഥലത്തൊന്ന് പരിശോധിക്കുക. 7ാമത്തെ ദിവസത്തെ ഓതി കഴിഞ്ഞതിന് ശേഷം ഒന്ന് പരിശോധിക്കാം. സ്വർണ്ണാഭരണമാണ് പോയതെങ്കിൽ അത് നിന്റെ കരങ്ങളിലേക്ക് എത്തും. നിനക്ക് തരാനുള്ള ക്യാഷ് അവർ തരാനുണ്ടെങ്കിൽ അത് നിന്റെ കരങ്ങളിലേക്ക് എത്തും, ഭദ്രമായി എത്തും. അത് തരാനുള്ള മനസ്സവർക്കുണ്ടാകണം മുഅ്മിനീങ്ങളെ. ഈ 2 കാരണത്തിനും ഈ അമൽ ചെയ്യാം. കളഞ്ഞു പോയ ക്യാഷ് തിരിച്ചു കിട്ടാനും ഈ അമൽ ചെയ്യാം. അപ്പോൾ രൂപ കയ്യിൽ വെക്കണോ? അത് വെക്കണ്ട. നിങ്ങൾക്ക് ആരെങ്കിലും ക്യാഷ് കടം കൊടുത്തിട്ട് കിട്ടാനാണെങ്കിൽ ഇങ്ങനെ 1 രൂപ നാണയം കയ്യിൽ വെച്ചാൽ മതി. എല്ലാം നിങ്ങളുടെ ബിസിനസ്സിലിട്ടുകൊണ്ട് നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോയി, അവർ ചോദിച്ചിട്ട് തരുന്നില്ല എങ്കിലും ഈ നാണയം കയ്യിൽ വെക്കാം. സ്വർണ്ണാഭരണം പോയെങ്കിൽ ഈ 2 ആയത്തിനും 7 പ്രാവശ്യം ഓതി 7ാമത്തെ ദിവസം തെരഞ്ഞാൽ മതി. തെരഞ്ഞാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. ഈ ഒരു അമല് വലിയ എഫക്റ്റീവായിട്ടുള്ള അമലാണ്. ധാരാളം ആളുകൾക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. എന്തുകൊണ്ടാണ് ഇത് എഫക്റ്റ് ചെയ്യാൻ കാരണം? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. ഖുർആനിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു യഖീനോടുകൂടി, ഒരു ഉറപ്പോടുകൂടി, ഇഖ്ലാസോടുകൂടി ചെയ്തു നോക്ക്. കിട്ടുക തന്നെ ചെയ്യും. ഇത് ഉറപ്പാണ്. എനിക്കെന്താ എത്ര ഉറപ്പ് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ കുറേ ആളുകൾക്ക് കൊടുത്തിട്ട് അവർ സന്തോഷ വാർത്ത അറിയിച്ചതാണ്. അതിനേക്കാളും വലിയ ഉറപ്പ് വേണോ? അനുഭവത്തിൻ്റെ മേൽ തെളിഞ്ഞതാണ്. അപ്പോൾ ഇതിനേക്കാളും വലിയ ഉറപ്പ് വേണം മുഅ്മിനീങ്ങൾ. അതല്ലേ ഞാൻ നിങ്ങൾക്ക് വലിയൊരു കോൺഫിഡൻറ്റോടുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്ക്. റിസൾട്ട് ഉറപ്പാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. ധാരാളം അമലുകൾ നമ്മൾ പറയുന്നുണ്ട്, ഓരോ ദിവസങ്ങളായിട്ട് അമലുകൾ പറയുന്നുണ്ട്. സ്വീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്, റിസൾട്ട് ലഭിച്ച ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോരോ അമല് പറയുമ്പോൾ സ്വീകരിക്കുന്ന ധാരാളം ആളുകൾ. അള്ളാഹു എല്ലാവർക്കും നീ റിസൾട്ട് കൊടുക്കണം. അള്ളാഹ് വലിയ ഉത്തരം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഞങ്ങൾ നീ ചേർക്കണേ റബ്ബേ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ അമലിനെ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ആണെങ്കിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ എൻ്റെ മുഅ്മിനീങ്ങളെ. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.